എവരിവൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുവിധം എല്ലാവർക്കും യൂസ്ഫുൾ ആവുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തൊരു അടിപൊളി ഡ്രസ്സൊക്കെ നമ്മൾ മേടിക്കും. പിന്നെ നമ്മൾ അത് ഇസ്തിരി ഇടുമ്പോൾ പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തി വലിച്ചിട്ട് അത് ഹോളായി പോവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്കൊരു കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അത്. അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു തവണ അവരത് യൂസ് ചെയ്തുള്ളൂ. എവിടെയോ കൊളുത്തി വലിച്ചിട്ട് അതിന് താഴ്ഭാഗത്ത് വലിയൊരു ഹോളായി. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 4 ഇഞ്ച് നീളം വീതിയൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഹോൾ തന്നെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതേ സെയിം കളർ മെറ്റീരിയൽ എടുത്തിട്ട് നെറിവിട്ട് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ കട്ടിങ് ഒരു വ്യത്യാസമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ പോലത്തെ അമ്പർലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ഫിനിഷിങ്ങിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പാച്ച് വർക്ക് വെച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ട്രിക്കൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇടയിലൊക്കെ ഇതുപോലെ കുറേ ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രിക്ക് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ നമ്മുടെ ഹോള് 4 ഇഞ്ചാണ് നീളം വീതിയൊക്കെ വരുന്നത്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ച് നീളം വീതിയുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ക്വയർ പീസാണ് നമുക്ക് ഒരു സെക്ഷനിലേക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 ഭാഗത്ത് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ ഹോളുള്ളൂ. പക്ഷെ നമ്മളൊരു സൈഡിൽ വെച്ചാൽ തന്നെ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരേ അളവിൽ 4 ഭാഗത്താക്കിയിട്ടാണ് നമുക്കിത് വെച്ച് കൊടുക്കാനുള്ളത്. കണ്ട ഇവിടെ ഒരു ഭാഗത്ത് പിന്നെ ഒരേ അളവിൽ താഴ്ഭാഗത്ത് ഒരേ ലെവലിൽ തന്നെ 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് മറിച്ച് ഇസ്തിരി ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്ക്വയറാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് മറിച്ചിട്ട് ബോൺ ഉണ്ടാക്കാൻ വേണ്ടി മറിക്കില്ല, അതുപോലെ മറിച്ചു നമ്മൾ നന്നായി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരേ അളവിൽ തന്നെ താഴ്ഭാഗത്ത് ഒരേ ലെവലിൽ 4 എണ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലത്തെ ലേസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. കണ്ടതിൻ്റെ യോക്ക് പോർഷൻ ഗോൾഡൻ കളറാണ്. അപ്പോൾ അതേ കളർ ലേസ് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വെച്ചടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാൻ എന്തായാലും തയ്ച്ചിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു മോഡൽ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഹോളുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഹോളുണ്ട്, നമുക്കിത് പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.